ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഫ്ലമങ്കോക്കെതിരെയുള്ള മത്സരത്തിൽ സാന്റോസ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മത്സരത്തിൻ്റെ പേരിൽ നെയ്മർ ജൂനിയർക്ക് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അതായത് ആ മത്സരത്തിനിടെ ചില സമയത്ത് നെയ്മർ ജൂനിയർ സഹതാരങ്ങളോട് ദേഷ്യപ്പെട്ടിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു, ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പേരിലായിരുന്നു നെയ്മർ ജൂനിയർക്ക് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കാര്യം ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നെയ്മർ തൻ്റെ സഹതാരങ്ങളോട് ദേഷ്യപ്പെടുന്നതിൽ അത്ഭുതമില്ല എന്നാണ് ആരാധകർ പറയുന്നത്. അതിന് കാരണമായിക്കൊണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് സഹതാരങ്ങളുടെ ഒരു മോശം പ്രകടനം തന്നെയാണ്. അതായത് നെയ്മറുടെ ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ സഹതാരങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സീസണിൽ സാന്റോസിന് വേണ്ടി 73 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ സംഖ്യയാണ്. പക്ഷേ 3 അസിസ്റ്റുകൾ മാത്രമാണ് നെയ്മറുടെ പേരിൽ ഉള്ളത്. അതായത് നെയ്മർ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകൾ മുതലെടുക്കാൻ, അതല്ലെങ്കിൽ അത് ഗോളാക്കി മാറ്റാൻ ഇപ്പോൾ നെയ്മറുടെ സഹതാരങ്ങൾക്ക് കഴിയുന്നില്ല. 73 ചാൻസുകളിൽ 3 മാത്രമാണ് ഗോളായി മാറിയിട്ടുള്ളത്. ബാക്കിയുള്ള 70 ചാൻസുകളും പാഴായി പോവുകയാണ് എന്ന ഒരു രസകരമായ കണക്കാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ തൻ്റെ സഹതാരങ്ങളോട് ദേഷ്യപ്പെടുന്നതിൽ അത്ഭുതമില്ല എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. ഏതായാലും സഹതാരങ്ങൾ അത്ര ഒരു മികവിലേക്ക് ഉയരുന്നില്ല. അതുമാത്രമല്ല, സാന്റോസ് ഇപ്പോൾ റെലഗേഷൻ സോണിൻ്റെ തൊട്ടു മുകളിലാണ് ഉള്ളത്. ഏത് നിമിഷവും റെലഗേറ്റ് ആവാം എന്ന ഒരു നിലയിലാണ് അവരിപ്പോൾ ഉള്ളത്. നെയ്മർ മാത്രം വിചാരിച്ചാൽ പോരാ, മറ്റുള്ള എല്ലാ താരങ്ങളും വിചാരിച്ചാൽ മാത്രമാണ് സാന്റോസിന് മുകളിലേക്ക് കയറിപ്പോകാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.